നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭന്റെ ജനനം 1878 ജനുവരി 2-നാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ജനുവരി 2 മന്നം ജയന്തിയായി കേരളീയർ ആചരിക്കുന്നു. കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആചാര്യനാണ് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിനും 1959 വിമോചന സമരത്തിനും നേതൃത്വം നൽകി. അദ്ദേഹം ദിവംഗതനായത് 1970 ഫെബ്രുവരി 25 ആണ്. അന്നേ ദിവസം മന്നം സമാധി ദിനമായി ആചരിക്കുന്നു. നവോത്ഥാന നായകന്മാരുടെ ഉദയം കൊള്ളുകയും നവോത്ഥാന ആശയങ്ങൾ സമൂഹത്തിൽ വേരോട്ടം നടത്തുകയും ചെയ്ത കാലമായിരുന്നു അത്. ദേശീയ പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും സമാന്തരമായ നവോത്ഥാന സമരങ്ങളും കേരളത്തിൽ അരങ്ങേറി. വിവിധ സമുദായങ്ങൾ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭങ്ങൾ ഉയർത്തി. ഇതിനിടയിലാണ് സ്വന്തം സമുദായത്തിനൊത്ത് ചെയ്യുന്ന പ്രയത്നങ്ങൾ ഇതര സമുദായക്കാർക്കും ഗുണകരമാകണമെന്ന് കരുതി പ്രയത്നിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ സ്വന്തമായി കരുതി അവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കണ്ട അവർക്ക് വേണ്ടി സമരം നയിച്ച മഹാനായ മന്നത്ത് പത്മനാഭന്റെ കർമ്മമണ്ഡലം. ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികതയുടെയും പേരിൽ കലഹിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ മന്നത്ത് പത്മനാഭന്റെ ദർശനങ്ങൾക്കുള്ള കാലിക പ്രസക്തി പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. 16-ാമത്തെ വയസ്സുതൊട്ട് 10 കൊല്ലം അധ്യാപക വൃത്തിയിലും പിന്നീട് 10 കൊല്ലം വക്കീൽ പണിയും വ്യാപരിച്ച ശേഷമാണ് സ്വജീവിതവൃതമായ സമുദായ സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. പെരുന്ന മരണത്തുകാവ് ക്ഷേത്രത്തിന് എതിർവശത്തുള്ള നായർ സമാജ മന്ദിരത്തിൽ MA പരമപിള്ളയ്ക്ക് യാത്രയയപ്പും അനുമോദനവും നൽകുന്നതിനു വേണ്ടി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വെച്ച് തൻ്റെ വക്കീൽ പണി ബഹുജന സമക്ഷം രാജിവെച്ച ശേഷം ഇനിയുള്ള കാലം താൻ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുമെന്ന് മന്നം ദൃഢപ്രതിജ്ഞ എടുത്തു. സ്വസമുദായം മാത്രമല്ല ഇതര സമുദായങ്ങളുടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വർത്തിക്കണമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്തു. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗമനമുഖവുമായി പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നായിരുന്നു ആചാര്യൻ്റെ ദൃഢമായ അഭിപ്രായം. സർവ്വസമുദായങ്ങളും സൗഹാർദ്ദം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന ഒരു കേരളമാണ് ആചാര്യൻ്റെ സ്വപ്നം. ഭാരതത്തിൻ്റെ അഭിമാനമായി മാറുന്ന ആ കേരളത്തിൻ്റെ പുനഃസൃഷ്ടിയായിരുന്നു യുഗപ്രഭവാനായ മന്നത്ത് പത്മനാഭൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ പൊരുൾ. കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത്. പൗരുഷത്തോടുകൂടി കാര്യം പറഞ്ഞു ധൈര്യശാലികളെ മാത്രമാണ് ജീവിക്കാൻ മാർഗമുള്ള എന്ന് ആചാര്യൻ നമ്മെ പഠിപ്പിച്ചു.